വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇനി നമുക്ക് ഉത്തർപ്രദേശ് വരെ ഒന്ന് പോയിട്ട് വരാം. അതായത് ഉത്തർപ്രദേശിൽ ഈ ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. മത പരിവർത്തനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുറ്റകരമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ, ആ, നമ്മുടെ രാജ്യത്ത് ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറയുന്ന ആ ലോബിയുടെ, അവരുടെ അതിഭീകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യാനികൾ ആണോ എന്ന് ചോദിച്ചാൽ അവർ ക്രിസ്ത്യാനികളാണ്. എന്നാൽ ക്രിസ്ത്യാനികളിൽപ്പെട്ട പല വിഭാഗങ്ങളും ഇവരെ അംഗീകരിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവാഞ്ചലിസ്റ്റുകളെ കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്നും ഡാമേജുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ക്രിസ്ത്യാനികൾ അടക്കം പറയുന്നത്. എന്തായാലും ഈ ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രവർത്തനവും കൊണ്ട് ഇവർ ഉത്തർപ്രദേശിലോട്ടും ചെന്നു. നമ്മുടെ വീടുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്റെ വീട്ടിലൊക്കെ പണ്ട് വരാറുണ്ട് ഈ നോട്ടീസും ഈ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. പോരാത്തതിന് എന്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവരുടെ പരിപാടിക്ക് വിളിക്കുകയും ആ പരിപാടിക്ക് ചെന്നിരുന്നപ്പോ ഈ ഹിന്ദു ദൈവങ്ങളെല്ലാം ചെകുത്താന്മാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അത് കേട്ടപ്പോ തന്നെ എന്റെ ബന്ധുക്കളെല്ലാം കൂടെ ചാടി എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഈ പരിപാടിയെ കൊണ്ട് ഇവർ ഉത്തർപ്രദേശിൽ ചെല്ലുകയാണ്. ഉത്തർപ്രദേശിലെ കൗശംബി എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് വീരേന്ദ്ര കുമാർ ദിവാകർ എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ വ്യക്തിക്ക് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ അസുഖം ബാധിച്ചു കിടക്കുക, ജയിലിൽ കിടക്കുന്ന ആൾക്കാർ, മദ്യപാനികൾ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇവരുടെയൊക്കെ മനസ്സ് വളരെ ഗള്ളിബിൾ ആയിരിക്കും, വീക്ക് ആയിരിക്കും. ഏത് ഭാഗത്തോട്ടും അവർ വളയും എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച് വർഷങ്ങളോളം അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇയാളുടെ ഡേറ്റ ഇവർ കളക്ട് ചെയ്യുന്നു. അവിടെയാണ് ഇവരുടെ ഒരു കർമ്മകുശലത എന്ന് പറയുന്നത്. ഇവരുടെ ഡേറ്റ കൃത്യമായിട്ട് ഇയാൾ കളക്ട് ചെയ്യുന്നു, ഇയാളെ വാച്ച് ചെയ്യുന്നു. ഇയാളെ വാച്ച് ചെയ്തിട്ട് ഒരിക്കൽ ഇയാളെ ശങ്കർലാൽ ചൗരാഷിയ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, ആ പാസ്റ്റർ ആണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവരുടെ ഇടയിലുള്ള ആൾക്കാരെ പാസ്റ്റർ എന്ന് വിളിക്കാമോ ബ്രദർ എന്ന് വിളിക്കാമോ എനിക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്താണ് ഇവരെ പേര് വിളിക്കേണ്ടത് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ഞാൻ പാസ്റ്റർ എന്ന് പറയുമ്പോൾ പാസ്റ്റർമാരെല്ലാം കൂടെ വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അറിയണ്ട. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ശങ്കർലാൽ ചൗരാഷിയ എന്ന് പറയുന്ന ഒരാൾ മഞ്ച് ഹൻപൂറിൽ ഈ വീരേന്ദ്രകുമാർ ദിവാകറുമായി കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ വീരേന്ദ്രകുമാർ ദിവാകരനെ ഇയാൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. പക്ഷെ ഇയാളെ ഒരുപാട് നാളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലാണ് എന്നൊക്കെ ഉള്ള ആളെ കൃത്യമായിട്ട് ഇയാളുടെ കുടുംബത്തിന്റെ ഡാറ്റയൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഇയാളോട് പറയുന്നു, നിങ്ങളുടെ ഈ അസുഖം ഞാൻ ഭേദമാക്കി തരാമെന്ന് പറയുന്നു. എങ്ങനെ ഭേദമാക്കുമെന്ന് ചോദിച്ചപ്പോ പഞ്ചാബിലെ ജലന്ധറിൽ ഒരു ആശുപത്രി ഉണ്ട്, അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസുഖം പുഷ്പം പോലെ ഭേദമാക്കി തരാമെന്ന് പറയും. അപ്പൊ ഇയാള് ഈ വീരേന്ദ്രകുമാർ ദിവാകർ ഈ കുടുംബത്തോടൊപ്പം ഈ പഞ്ചാബിലെ ജലന്ധറിലോട്ട് പോകുന്നു. ജലന്ധറിലോട്ട് പോകുമ്പോൾ ആശുപത്രിയിലോട്ടല്ല, നേരെ ഒരു ചർച്ചിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പൊ വീരേന്ദ്രകുമാർ ചോദിച്ചു, എന്തിനാണ് ചർച്ചിലേക്ക് വന്നതെന്ന് ചോദിച്ചു. ചർച്ചിലേക്ക് വന്ന വീരേന്ദ്രകുമാറിനെ നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൺവെർട്ട് ചെയ്യിപ്പിക്കുന്നു. ഈ ഇവാഞ്ചലിസ്റ്റിക്കിലോട്ട് കൺവെർട്ട് ചെയ്യിക്കുന്നു. കൺവെർട്ട് ചെയ്യിച്ച ശേഷം ഇയാൾ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആം, ഈ ശങ്കർലാൽ ചൗരേഷ പറയുന്നു, ശരി എന്തായാലും ഇപ്പൊ നിങ്ങൾ കൺവെർട്ട് ചെയ്തു, ഇനിയിപ്പോ അത് തിരിച്ച് മാറാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ നിങ്ങൾക്കൊരു കോമ്പൻസേഷൻ എന്ന പോലെ ഓരോ മാസവും ഒരു 1000 രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. അത് മണി ഓഫർ ചെയ്യുകയാണ്. പോരാത്തതിന് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 5 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും എന്ന് പറയുകയാണ്. ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു, ഈ വീരേന്ദ്രകുമാർ ദിവാകർ. അതിനുശേഷം 6 മാസം ഈ ഈ ഇവാഞ്ചലിസ്റ്റിക് ലോബി ഇയാൾക്ക് പണമൊന്നും അയച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഇതിൽ കുപിതനായി വീണ്ടും വീരേന്ദ്രകുമാർ ദിവാകർ ഇയാളെ കാണാനായിട്ട് ജലന്ധറിൽ പോവുകയാണ്. അവിടെ വെച്ച് ഇയാളെയും ഇയാളുടെ കുടുംബത്തെയും മർദ്ദിച്ച് അവശനാക്കുക. ഇതോടുകൂടി ഈ കേസ് പുറത്തായി. അങ്ങനെ വലിയ രീതിയിൽ എന്താണ് കേസെടുത്തു, അന്വേഷണം തുടങ്ങി. ഇയാളെ ഇപ്പോൾ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ വേറൊരു കേസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് കൺവിക്ഷൻ ഓഫ് ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക്സിന്റെ ആദ്യത്തെ അറസ്റ്റും അവരുടെ ആദ്യത്തെ ശിക്ഷയുമാണ് മതപരിവർത്തന നിയമപ്രകാരമുള്ള. യു-പിയിലാണ് നടന്നത്. 5 വർഷം തടവാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്ത്യൻ കപ്പിൾസ് ആയിട്ടുള്ള ജോസ് പാപ്പച്ചനും ഷീജ പാപ്പച്ചനും, മലയാളികളാണെന്ന് തോന്നുന്നു പേര് കേട്ടിട്ട്. ഉത്തർപ്രദേശിൽ പോയിട്ട് വിളച്ചിലിറക്കിയതാണ്. അവിടെ ദളിതരെ കൂട്ടത്തോടെ മാസ് ആയിട്ട് കൺവെർട്ട് ചെയ്ത ആൾക്കാരാണ്. അവരെ പിടിച്ച് 5 വർഷത്തേക്ക് അകത്തിട്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? ഇവാഞ്ചലിസ്റ്റുകളുടെ ശല്യം അതിഭീകരമാണോ നമ്മുടെ നാട്ടിൽ? ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഇവരൊരു രാജ്യമാക്കാനായിട്ട് അമേരിക്ക അടക്കം ശ്രമം നടത്തുന്നു, നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? മനുഷ്യൻ നമുക്ക് ആദ്യം മനുഷ്യന്റെ ഒരു സംശയത്തിൽ തുടങ്ങും. ഈ മനുഷ്യൻ നേരത്തെ പാസ്റ്റർ എന്ന് പറയണം ബ്രദർ എന്ന് പറയണം എന്നുള്ളത്.
അപ്പൊ ഞാൻ അതെ അതെ. മുൻകാലങ്ങളിലൊക്കെ ഈ മതപുരോഹിതൻ, എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ മതപുരോഹിതൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വാർത്ത ചെയ്തു. അപ്പൊ ധാരാളം ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മതപുരോഹിതൻ എന്ന് അവരെ കുറിച്ച് പറയരുത്, അത് ഞങ്ങളാണ്. ചർച്ച് എന്ന് ഉം. പറയുന്നത് ഞങ്ങളാണ്, മതപുരോഹിതർ എന്ന് പറയുന്നത് ഞങ്ങളാണ്, അച്ഛന്മാർ എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഫാദർ എന്ന് പറയുന്നത് ഞങ്ങളാണ്. ഇവരെ ഉം. പാസ്റ്റർ എന്ന് മാത്രമേ നിങ്ങൾ വിശേഷിപ്പിക്കാവൂ. അവരുടേത് ഓക്കെ. പ്രാർത്ഥനാ ആലയം മാത്രമാണ്, ചർച്ച് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുന്നു. അതിനുശേഷം ഞാൻ ഈ പാസ്റ്റർ എന്ന് വാക്കാണ്, അത് തെറ്റൊന്നുമില്ല, പാസ്റ്റർ എന്ന് തന്നെയാണ് ഇവരെ പറയുന്നത്. അതിലെല്ലാരും പെടുമോ എന്നറിയില്ല, എല്ലാ പാസ്റ്റർമാരും ഈ പരിപാടി കാണിക്കുമോ എന്നറിയില്ല. പക്ഷെ മൊത്തത്തിൽ അതിനെ പാസ്റ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോ സന്യാസി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ സന്യാസിയും വരുമല്ലോ. അപ്പോ എന്ന് അതെ. പറയുന്നത് തന്നെയാണ് പാസ്റ്റർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക്. ഈ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി അഥവാ ഇവാഞ്ചലിക്കൽ എന്ന് പറഞ്ഞാൽ സുവിശേഷക്കാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഈ കവലകളിലും മറ്റുമൊക്കെ വന്നത് സുവിശേഷം നടത്തുന്നത്. ഉണ്ടുണ്ട്. ഇവര് പിന്നീട് കേരളത്തിലെ ഈ അഭ്യസ്തവിദ്യരായ ജനം ഉയർന്നു വരികയും ഒപ്പം തന്നെ ഉം. ഈ തട്ടിപ്പിൽ വീഴാതിരിക്കുകയും പിന്നെ ഈ ഹിന്ദു മതത്തിലുള്ളവർ ഇതിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു തുടങ്ങിയതോടുകൂടിയാണ് ഈ സുവിശേഷക്കാര് ഈ കൂടും കിടക്കയും എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അടക്കം ഇവര് പോകാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ ഒരു അവര് എന്തുമാത്രം മതപരിവർത്തനം നടക്കുന്ന ഒരു ചെറിയ കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ദൈനിക് ജാഗരൺ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. ആ പത്രം പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2023-24 മാത്രം ഉം. പഞ്ചാബിൽ 1.5 ലക്ഷം പേരാണ് മതം മാറിയിരിക്കുന്നത്. അതായത് ഓ. 2023-25 കാലത്ത് പഞ്ചാബിൽ മാറിയിരിക്കുന്നത് 2 ലക്ഷം പേരാണ്. അങ്ങനെ ടോട്ടൽ 3.5 ലക്ഷം പേരാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പഞ്ചാബിൽ നിന്ന് ഈ ഉം. മതപരിവർത്തന ലോബിയുടെ ഭാഗമായിട്ട് മതം ഉം. മാറിയിരിക്കുന്നത്. ഇവരെ മതം മാറ്റക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരെ ക്രിസ്ത്യാനികളുടെ ആ ഒരു ഗണത്തിൽ, അതായത് കത്തലിക്കുകാരോ മറ്റുള്ളവർ ഇവരത് കൂട്ടിയിട്ടില്ല. ക്രിസ്ത്യ ഉം. വിശ്വാസികളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. 2016 കണക്കനുസരിച്ച് ലോകത്തെമ്പാടും 6.19 കോടി സുവിശേഷകരുണ്ട്, ഈ പാസ്റ്റർമാരുണ്ട്. കേരളത്തിൽ ഉം. മാത്രം 2016 സോറി, ഇന്ത്യയിൽ മാത്രം 2016 3600 ഈ ഇവാഞ്ചലിക്കൽ സഭകളുണ്ട്. അതായത് 10 ഓ. പേരുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പാസ്റ്റർ ഉണ്ടാകും. ഒരു പാസ്റ്ററുടെ കീഴിൽ 10 കുടുംബങ്ങൾ ഉണ്ടാകും. ഈ 10 കുടുംബങ്ങൾ ചേർത്ത് പുള്ളി ഒരു സഭയുടെ പേരങ്ങിടും, പുള്ളി സഭയാകും. അത് വലിയ സഭയായി കഴിയുമ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങും, ഉം. ഇത് തുടങ്ങും. പിന്നെ സ്വന്തമായിട്ട് ബിഷപ്പ് പട്ടമൊക്കെ ഉം. അവർ തന്നെ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉം. ഈ ബിലിവേഴ്സ് ചർച്ചിന്റെ ഒക്കെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ യോഹന്നാൻ. അതേപോലെ തന്നെയാണ് യോഹന്നാന്റെ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പായിരുന്നു. അപ്പം ഉം. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതായത് 10 പേര് മതി, 10 കുടുംബങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സഭയായി മാറും. കാരണം അങ്ങനെയാണ് ഈ ഉം. ആദ്യം ഈ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ, ആ പാസ്റ്ററുടെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പൊ പാസ്റ്റർ സഹായിയായിട്ട് ഒരാളുണ്ടാകും. ഇച്ചിരി കഴിയുമ്പോൾ ഈ സഹായി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അടുത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പൊ ഈ പാസ്റ്ററും ആ ഉം. പാസ്റ്ററും രണ്ടാണ്, 2 സഭകളായിരിക്കും. അങ്ങനെ ഉം. 3600 സഭ 2016 ഒരു കണക്കനുസരിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടായത്. 2016 കണക്ക്. ഉം. 2016 ലോകത്തെമ്പാട് 6.19 കോടി ഇതുപോലെ പാസ്റ്റർമാർ, സുവിശേഷകർ ഉണ്ടായിരുന്നു. ഉം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇവാഞ്ചലിക്കലുകളുടെ രാജ്യമാണ്. 1/4 പേരും ഈ ഉം. ഇവാഞ്ചലിക്കൽ വിശ്വാസികളാണ്. അതാണ് ആ രാജ്യത്തിന്റെ, ഉം. അതാണ് ഈ ബന്ധുക്കോസുകാരാണ് അവിടെ ഭരിക്കുന്നത് എന്ന് പറയും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഏതെങ്കിലും പ്രസിഡന്റ് വരുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഈ ബൈഡനൊക്കെ വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഇതിനിടയിൽ ഉണ്ടായിരുന്നത്. കാരണം ബൈഡൻ ഈ വിഭാഗത്തിൽ വരുന്നതല്ല. ട്രംപിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നതും അങ്ങനെ ഉള്ളതാണ്. ആ വിഭാഗത്തിന്റെ പ്രതീകമായതുകൊണ്ട് ട്രംപിനെ പിന്തുണയ്ക്കും. പൊതുവെ ഈ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയും. മാർപ്പാപ്പയെ ഇവർ അംഗീകരിക്കുന്നില്ല അല്ലേ? മാർപ്പാപ്പ അങ്ങനെയില്ല. ഇവരുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ബൈബിളിസമാണ്. ബൈബിളിൽ കൊണ്ട് കൊടുക്കുക, ബൈബിൾ വായിക്കുക, ബൈബിൾ തൊട്ടുകൊണ്ട് ഇരിക്കുക. ഈ രീതിയിലാണ് ഇവർ ആദ്യ കാലങ്ങളിൽ അവരുടെ ഇത്. അവർ ടോട്ടൽ വേൾഡ് മുഴുവൻ അവരുടെ ഒരു ഉം. സിസ്റ്റം അങ്ങനെയാണ്. പിന്നീട് ഇവര് അതിലേക്ക് യേശു ക്രിസ്തുവിലേക്ക് വീണ്ടും ജനിക്കുന്ന ജീസസ് വീണ്ടും വരും. ജീസസ് വീണ്ടും വരും, ഉം. വീണ്ടും ജനിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു സിദ്ധാന്തം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൂടെയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോ ഉം. നമ്മുടെ ഇന്ത്യയിലെ കാര്യം, പഞ്ചാബിലെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിൽ 3.5 ഉം. ലക്ഷം പേര് മതം മാറിയപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഉം. കാൽവരി പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ അവിടെ പ്രതിമാസം ഓരോ മാസവും 3000 പേരാണ് മതപരിവർത്തനം ചെയ്യുന്നത്. ഉം. ഇതിനെ ഈ രീതിയിൽ നമ്മുടെ ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ ഈ നിയമം കർശനമാക്കുകയും ഉം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയിടുകയും ചെയ്തപ്പോൾ ഈ ഉം. ഇവാഞ്ചലിസ്റ്റുകൾ എല്ലാം കൂടി പോയത് നേപ്പാൾ അതിർത്തിയിലേക്കായിരുന്നു. നേപ്പാൾ ഉം. അതിർത്തിയിൽ ചെന്നിട്ട് കൊറിയൻ പാസ്റ്റർമാരാണ് നേപ്പാൾ അതിർത്തിയിൽ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. അതായത് ഇവർക്ക് ഉം. ലോകത്തെമ്പാടുമുള്ള മുമ്പ് നമ്മുടെ രാജ്യത്തുമൊക്കെ ഈ വിദേശ പാസ്റ്റർമാർ വരികയും മാസങ്ങളോളം ഉം. തങ്ങുകയും മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലകളിൽ, കന്യാകുമാരി മേഖലകളിലൊക്കെ ഇത് സ്ഥിരമാണ്. ഈ സായിപ്പന്മാർ ഇവിടെ വരും, ഈ സൊസൈറ്റി ഉം. പെടും, ഇവര് സുവിശേഷം നടത്തും. ഇവരുടെ ഏറ്റവും വലിയ ഉം. ജനങ്ങളെ ആകർഷിക്കുന്ന പ്രധാന സാധനം രോഗ ശുശ്രൂഷ ക്യാമ്പുകളാണ്, രോഗ ശുശ്രൂഷയാണ്. ഉം. അതായത് വേദിയിൽ നിന്നൊരു പാസ്റ്റർ പ്രസംഗിക്കും, അവിടേക്ക് വരുന്ന
സുഖമില്ലാത്തവർ, അതായത് വലിയ വലിയ രോഗങ്ങൾ, അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ചേട്ടാ, രോഗങ്ങളാണ് ഈ സ്റ്റേജിൽ വെച്ച് അതാണ് പറയും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മരിച്ചു കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുന്നു. മരിച്ചു കിടക്കുന്ന ആളെ ലിറ്ററലി കേരളത്തിൽ നടന്ന സംഭവം, എഴുന്നേൽപ്പിക്കുന്നു. ഈ തെങ്ങിൽ നിന്ന് വീണ് നട്ടെല്ല് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരാള് എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അയാൾ എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, തലകുത്തി മറിയുന്നു അയാള്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ സത്യമാണെന്ന് സത്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്താ ഇത് നടക്കുന്നത് അവിടെ? എന്തൊക്കെയാ ഇവിടെ അല്ല, നടക്കുന്നതെന്ന് പറയുന്ന പോലെ എന്താ ഈ സംഭവം? സത്യത്തിൽ ഈ എന്തുകൊണ്ടാണ് കേരളം പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഇത് സംഘടിപ്പിക്കപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെയൊക്കെ അണിയറ നീക്കുന്ന വീഡിയോകളായിട്ട് ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇതൊരു വലിയ ഉം, ട്രെയിനിങ് ആണ് നടക്കുന്നത്. അതായത് ഈ പാസ്റ്റർ തൊടുമ്പോൾ മറിഞ്ഞു വീഴാനുള്ള ട്രെയിനിങ്. പാസ്റ്റർ ഇത് അതായത് ഒരു നാടകമാണ് അവിടെ നടക്കുന്നത്. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ഉം, നിർദ്ധരായ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസം അധികമില്ലാത്ത ഒരു ജനസമൂഹത്തിനെ പറ്റിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനം. ഈ രോഗ ശുശ്രൂഷയാണ് ഇത് മെയിൻ സാധനം. അതായത് ആദ്യം ഇവർ ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ വളരെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഗോത്രവർഗ മേഖലകളിൽ, പിന്നാക്കം നിൽക്കുന്ന ദളിത് മേഖലകളിലൊക്കെ ചെല്ലുക. ഉം, ഉം, അവിടെ ചെന്നിട്ട് ആദ്യം അവർ ചെയ്യുന്നത് അവരുടെ രോഗാവസ്ഥയെ ചൂഷണം ചെയ്യുക, ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറയുക, ഡെയിലി ഉം, പ്രാർത്ഥിച്ചാൽ ഉം, മാറും എന്ന് പറയുക. ഒപ്പം തന്നെ ഉം, ഇവര് പിന്നീടും അതിൽ വളഞ്ഞു വീണില്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയും ഞങ്ങൾ സാമ്പത്തിക ഉം, സഹായം നൽകാം, നിങ്ങൾക്ക് വീട് വെച്ച് നൽകാം എന്ന് പറയുക. പക്ഷെ ഇതിനകത്തൂടെ ഉം, ലാഭം ഉണ്ടാക്കിയത് മുൻകാലങ്ങളിൽ, അതായത് നരേന്ദ്രമോദി സർക്കാർ ഉം, ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വലിയ ലാഭം ഉണ്ടാക്കിയത് ഈ പാസ്റ്റർമാർ തന്നെയായിരുന്നു, അവരുടെ സഭകൾ തന്നെയായിരുന്നു. കാരണം ഈ ഉം, പാവപ്പെട്ടവരുടെ ഫോട്ടോകളും മറ്റും എടുക്കുക, അവരുടെ ഒരു ഒളിഞ്ഞു വീഴാറായ വീടിന്റെ ഫോട്ടോയും മറ്റും എടുക്കുക, എന്നിട്ട് വിദേശത്തുള്ള ഈ സഭകളുമായി ബന്ധപ്പെടുക, അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഫണ്ട് അടിച്ചു മാറ്റുകയായിരുന്നു ഇവർ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. 2014 മുതൽ ഇതുവരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ ഇവരുടെ 10,000-കണക്കിന് NGO-കളെ പൊട്ടിക്കളഞ്ഞു. ഉം, 10,000-കണക്കിന്, അതായത് വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതിന്റെ ഒരു വലിയ ഉം, ചൊറിച്ചിലായിരുന്നു കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റുകൾ നിരന്തരം നരേന്ദ്രമോദിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉം, വിദേശത്തുനിന്ന് പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് മേടിച്ചു നിൽക്കുന്ന പൈസ പുട്ടടിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല. അതാണ് ഈ നരേന്ദ്രമോദിക്കെതിരെ കിടന്ന് തുള്ളുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം. പറയുന്നുണ്ടെന്ന് തോന്നരുത്, തുറന്നു പറയുകയാണ്. ഞാനിത് പറയുമ്പോൾ ഇത് ക്രിസ്തീയ മതവിഭാഗത്തിനെതിരെ, ക്രിസ്ത്യൻ സഭകൾക്കെതിരെയല്ല, ഉം, ഇവാഞ്ചലിസ്റ്റുകൾക്കെതിരെയാണ്. കാരണം ഉം, ഇവാഞ്ചലിസ്റ്റുകൾ ഒരിക്കലും ജന്മം കൊണ്ട് വന്ന ഒരു വിശ്വാസികളല്ല അവർ. അവര് മറ്റേ ഉം, മതവിശ്വാസികളിൽ നിൽക്കുകയും പിന്നീട് ഇങ്ങനെ ഒരെണ്ണം രൂപീകരിച്ച് പോവുകയും ചെയ്യും. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ മന്ത്രവാദം പറയുന്നുണ്ട്. ഈ ഉം, ഇവാഞ്ചലിസ്റ്റുകൾ പലരും മന്ത്രവാദികളാണ്. അവിടെ ചെല്ലുന്നവർക്ക് ഉം, വെള്ളമോതി കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ നെയ്യും മറ്റും ജപിച്ചു കൊടുക്കാറുണ്ട്, പ്രാർത്ഥന ചൊല്ലാൻ ഉം, പറയുന്നുണ്ട്, ഉപവാസം കിടന്നിട്ട് ഉം, ഈ ഹിന്ദു ആചാരങ്ങളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പാസ്റ്ററുടെ പൂർവാശ്രമം എന്ന് പറയുമ്പോൾ അധികം ഒന്നും തപ്പിപ്പോകേണ്ട കാര്യമില്ല. 1-2 വർഷം ഉം. മുൻപ് ഇദ്ദേഹം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ശാന്തിക്കാരനായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഛേ, അവിടുത്തെ തട്ടുമുട്ട് പണിയിട്ട് നിന്നവരായിരിക്കാം. ഇതാണ് പിന്നീട് വന്നിട്ട് സീരിയസ്ലി. ഇവാഞ്ചലിക്കിലോട്ട് കയറുന്നു. സീരിയസ് അങ്ങനെ ധാരാളം പേരുണ്ട്, ധാരാളം പേര് പറയാം. കാരണം ഇവർ ചെല്ലുമ്പോൾ ഇവർ ചെയ്തു കൊടുക്കുന്ന, അതായത് അവിടെ എത്തുന്ന ആളുകൾക്ക് ഇവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു മതത്തിൽ ഈ തിരുമേനിമാരും മറ്റും പറയുന്ന ചില കർമ്മങ്ങളും ക്രിയകളും ഒക്കെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വിളക്കിന് പകരം ഉം, മെഴുകുതിരിയാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഉം, ഇതേ രീതിയിലാണ് ഇവര് മുൻപോട്ട് പോകുന്നതും കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് കാരണം അവിടെ ചെയ്യുന്ന പണിയെ ഇവർക്ക് അറിയത്തുള്ളൂ. കാരണം ഇത് ക്രിസ്തു മതത്തിലും ഉം, ബൈബിളിലും ഒന്നും മന്ത്രവാദത്തെ കുറിച്ച് പറയുന്നതായിട്ട് എനിക്ക് അറിവില്ല, ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഉം, അപ്പോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൊടുക്കുക. അതാണ് വലിയ രീതിയിലുള്ള ഒരു അതായത് ഈ ആൾക്കാരെ നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനം, ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. അത് പൂർണ്ണ മനസ്സോടുകൂടി പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏത് മതവും സ്വീകരിക്കാം. പക്ഷെ ഇവിടെ ചെയ്യുന്നത് അതല്ല. കൂട്ടത്തോടെ വരിക, വന്നതിന് ശേഷം ഇവരെ ഈ പറയുന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇവരെ മതം മാറ്റുക ഉം, എന്നുള്ളതാണ്. ഇപ്പോൾ ആ പരിപാടി നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് പല സംസ്ഥാനത്തു നിന്നല്ല, നമ്മുടെ സംസ്ഥാനത്ത് പോലും അതൊരു ക്രിമിനൽ കുറ്റമാണ്. കാരണം ഇപ്പോഴ് ഇവരെന്താണ് ഈ കേരളം ഉൾപ്പെടെയുള്ള ഈ പരിപാടി നടത്താതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഉം, നിയമം അനുസരിച്ചാണ് എങ്കിൽ നിർബന്ധിച്ചോ പ്രലോഭനങ്ങളിലൂടെയോ ഉം, മതം മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു പരാതി കൊടുത്താൽ തീർന്നു. എനിക്ക് പൈസ തരാമെന്ന് ഉം, പറഞ്ഞുകൊണ്ട് മതം മാറ്റിയത് ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി കേസായി, പെട്ടുപോകും. അതുകൊണ്ടാണ് അത് ഓ, ഒഴിവാക്കുന്നത്. കുറച്ചു നാൾക്ക് മുമ്പ് ജാർഖണ്ഡിൽ ഏറ്റവും വലിയ മതപരിവർത്തനം നടക്കുന്ന സ്ഥലം ജാർഖണ്ഡാണ്. അവിടെ ഉം, ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഇതേപോലെ തന്നെ മതപരിവർത്തനവുമായി എത്തിയ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഒരു ആക്രമണം ജാർഖണ്ഡിൽ നടന്നിരുന്നു, ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിനിടയിൽ. ആ ആക്രമണത്തിന്റെ പിന്നിൽ ഈ ഇതേപോലുള്ള ഇവാഞ്ചലിസ്റ്റുകളായിരുന്നു. അതായത് ഒരു ഭാഗത്ത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കയറിക്കൊണ്ട് അവര് മതം മാറ്റിയെടുക്കുന്നു. അത് ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് ഈ ഗോത്രവർഗത്തിന്റെ വിവാഹം മറ്റും കഴിപ്പിച്ചിട്ട് ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ
ഒക്കെ വെച്ചുകൊണ്ട് അവരൊരു ഭാഗത്ത് മാറ്റിയെടുത്തു കഴിയുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ അവിടെ മതം മാറ്റി വെച്ചിരുന്നവരെ കുറെ മാറ്റാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവരും അവരും തമ്മിലായിരുന്നു ആദ്യ അടി അവിടെ ജാർഖണ്ഡിൽ തുടങ്ങിയത്. അതിനുശേഷം അവിടുത്തെ മറ്റ് ഗോത്രവർഗ വിഭാഗങ്ങൾ അവർക്ക് തോന്നി ഇവര് തങ്ങളുടെ ആചാരങ്ങൾ നശിപ്പിക്കാൻ എത്തിയവരാണെന്ന് തോന്നുകയും അവർ ഹിന്ദു സംഘടനകളുടെ സഹായം തേടുകയും ചെയ്തു. ഒടുവിൽ ഈ ഹൈന്ദവ സംഘടനകൾ വന്ന് ഈ രണ്ടു കൂട്ടരെയും തല്ലി ഓടിക്കുന്ന സാഹചര്യം വന്നു. അപ്പോഴാണ് ഇതിനെതിരെ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ സൊസൈറ്റികളും അവിടുത്തെ പാസ്റ്റർമാരും പ്രതിഷേധമായി രംഗത്തെത്തി. ഈ രാജ്യത്ത് ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, കാര്യങ്ങളില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ യാതൊരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത്. ഈ മതം മാറ്റം എന്ന് പറയുന്ന സാധനത്തെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? തങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പൊളിറ്റിക്കലി ആയിട്ട് തങ്ങളുടെ പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു ഹുങ്ക് വെച്ചുകൊണ്ടാണ് വടക്കിഴക്ക് സംസ്ഥാനത്തിൽ ഈ മണിപ്പൂരിനെ വിഭജിച്ചുകൊണ്ട് ഒരു ദൈവരാജ്യം വരണമെന്ന് പറഞ്ഞ് ഒരു പാസ്റ്റർ മ്യാൻമാറിലും ബംഗ്ലാദേശിലും അടക്കം മാസങ്ങളോളം അല്ല വർഷങ്ങളോളം താമസിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പാസ്റ്റർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്റലിജൻസിന് കിട്ടിയ റിപ്പോർട്ട് തന്നെ ആയിരുന്നു. അതായത് മണിപ്പൂരിനെ അടർത്തിയെടുത്തു, മണിപ്പൂരിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് മ്യാൻമാറിന്റെ കുറെ ഭാഗങ്ങളും ചേർത്തുകൊണ്ട് ബംഗ്ലാദേശിന്റെയും കൂടെ സഹായത്താൽ ഒരു രാജ്യം, ഒരു ക്രിസ്തീയ രാജ്യം, അതായത് ആദ്യത്തെ അവരുടെ ഒരു ചുവടുവെപ്പ് എന്ന് പറഞ്ഞ രാജ്യമല്ല, ഒട്ടോണമസ് ബോഡി പോലെ ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു പ്രദേശം. കാരണം ഈ ഗോത്രവർഗ്ഗങ്ങൾക്കൊക്കെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഈ ഹിൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അനുവദിച്ചു കൊടുക്കാറുണ്ട്. അത് പൂർണ്ണമായിട്ടല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഗോത്രവർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ നോർത്ത് ഈസ്റ്റ് പരിപൂർണമായിട്ടും ഏകദേശം അവിടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ക്രിസ്തീയവൽക്കരിക്കുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമ്മുടെ ഈ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് മുഴുവൻ മിസോറാമിലൊക്കെ ഹിന്ദുക്കളെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം. 5% ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഡൗട്ട്, ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവർ മതം മാറുന്ന ആ സമയത്ത് ഈ ഗോത്രവർഗം എന്നുള്ള ഇവരുടെ ആ ലേബൽ അത് നിലനിൽക്കുമോ? അതെങ്ങനെ നിലനിൽക്കും? എന്റെ ധനുഷ, ഇതാണ് വലിയ കോമഡി. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്ത് രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ പരിപാടി തുടങ്ങി ഇന്നലെയല്ല, 100 വർഷങ്ങൾക്ക് മേളിലായി. ഇവർ ഈ പരിപാടി മുഴുവൻ നടന്നിട്ട് ഇവരാരും മതം മാറുകയല്ല, പേര് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഗോത്രവർഗ്ഗക്കാരും അവരുടെ ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ല. അവരിപ്പോഴും ഈ കല്ലിനെ ആരാധിക്കുകയും ബൈബിൾ വായിക്കുകയൊന്നുമല്ല. അവർക്ക് അവരുടെ ഗോത്രവർഗ്ഗ ആചാരങ്ങളുണ്ട്, അത് പാലിച്ചാണ് പോകുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്. പള്ളിയിൽ പോകും ഇവരെ വിളിക്കുന്നത് ഈ ക്രിസ്ത്യൻ പേരുകളിലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവരുടെ ആചാരം മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും നാൾ പണിപ്പെട്ടിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഗോത്രവർഗ വിഭാഗത്തിന്റെ ആചാരം മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം അത് മാറില്ല. കാരണം അത് അങ്ങനെയാണ്, അവരുടെ ആചാരം മാറ്റാൻ ഇവർക്ക് കഴിയില്ല. അതോടൊപ്പം തന്നെ അവരിപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദളിത് ക്രൈസ്തവ സംവരണം നൽകണമെന്നാണ്. അതായത് ദളിതരായ ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് അപ്പൊ കോടതികൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. കാരണം ഹിന്ദുക്കളിലുള്ള ദളിത് വിഭാഗത്തിന് ക്രിസ്ത്യനിലുള്ള ദളിത് വിഭാഗത്തിനെ മാത്രമേ ഭരണഘടന അനുസരിച്ച് സംവരണം നൽകാൻ കഴിയുകയുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് പറയുന്നത്? അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഡബിൾ കളിയാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. മതം മാറുക എന്ന് പറഞ്ഞാൽ ഇവരെവിടെങ്കിലും കൊണ്ടുപോയിട്ട് മതം മാറുന്നു, പേര് മാറുന്നു. ഇത് ശരിക്കും പറഞ്ഞത് ശരിക്കും മതം മാറ്റി കഴിഞ്ഞ് ഗസറ്റിൽ പേര് വിജ്ഞാപനം ചെയ്യണം. യഥാർത്ഥത്തിൽ പേര് വിജ്ഞാപനം ചെയ്യണം, എന്റെ മതം ഇതാണെന്ന് പറയണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ആനുകൂല്യം മേടിച്ചോണ്ടിരുന്ന ആനുകൂല്യം നിന്നു പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഡബിൾ കളികളാണ് കളിക്കുന്നത്. അതായത് കൂട്ടത്തോടെ കൊണ്ടുപോവുക, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴേക്കും ഇവരുടെ അടുത്തേക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുക. നമുക്കറിയാം ഈ ഇടയലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്. അത് നമ്മുടെ ഇവിടെയുള്ള സഭകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ അടക്കം ഇത്തരത്തിലുള്ള ഇവാഞ്ചലിസ്റ്റുകൾ നടത്തുന്നത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർ നടത്തുന്നത് ഈ മണിപ്പൂരിന്റെ വിഷയം വന്നപ്പോഴാണ് കുറച്ചുകൂടി വലിയ ചർച്ചയായി മാറിയത്. ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തിയതാണ്. ഇപ്പൊ ഏതായാലും ദൈവരാജ്യം ഒക്കെ പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ്. അവിടെ ഇത് ഉണ്ടാക്കാൻ നിന്നവരൊക്കെ എല്ലാവരും അകത്ത് പോയി. ഇതൊന്നും ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിർബന്ധിത മതപരിവർത്തനം വരുമ്പോൾ മറുഭാഗമുണ്ട്. അത് ഹിന്ദുക്കൾ ഇല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ RSS വിശ്വഹിന്ദു പരിഷത്തും ഒക്കെയാണ്. അവരൊന്നും അല്ല. ഈ ഗോത്രവർഗത്തിന്റെ അവിടെ വിഷയങ്ങൾ വന്നപ്പോൾ അവർക്ക് സഹായവും എത്തിയ സംഘടനകളുടെ പേരൊന്നും RSS എന്നല്ല. അവർക്ക് ഗോത്രവർഗങ്ങളുടെ ഇടയിൽ തന്നെ അനവധി ഹൈന്ദവ സംഘടനകളുണ്ട്. നമ്മള് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത അനവധി ഹൈന്ദവ സംഘടനകളുണ്ട്. ഇത്തരം ഹൈന്ദവ സംഘടനയാണ് ഇവർക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി. അപ്പൊ തിരിച്ചു സ്വാഭാവികമായി അവരുടെ ഭാഗത്തുനിന്ന് അറ്റാക്കുകൾ ഉണ്ടാകും. അത് സ്വാഭാവികമായ ഒരു കാര്യങ്ങൾ മാത്രമാണ്. മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ മേത്തികളെ ആക്രമിക്കുന്നില്ലേ? അതെന്താ? അവര് ഹിന്ദുക്കളല്ലേ? അതിൽ ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. അപ്പൊ ആക്രമിക്കുമ്പോൾ തിരിച്ചും ഉണ്ടാകും. അപ്പൊ ഇരവാദം പറഞ്ഞു വരരുത്. ഇത് തന്നെയാണ് മറ്റവരും ചെയ്യുന്നത്. അവര് പിന്നെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഓപ്പൺ ആയിട്ട് പിടിച്ചോണ്ട് പോവുകയോ ഇല്ലെങ്കിൽ തങ്ങളിലൊക്കെ വരികയോ ചെയ്യാൻ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നു. ഇവര് രഹസ്യമായിട്ട് ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം. ഇത് അതിന്റെ ഒരു രീതി.
ഉം. ഞാൻ ഒരുപാട് ക്രിസ്തീയ സഭകളുടെ, അതായത് റ- എണ്ണം പറഞ്ഞ സഭകളുടെ, അംഗീകൃതമായ സഭകളുടെ പല പുരോഹിതന്മാരോട് സംസാരിക്കുമ്പോൾ അവരാരും ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് അനുകൂലരല്ല. അവര് ഉം. പറയുന്നത് ഞങ്ങള് ഉള്ള ആളുകളെ കൊണ്ട് തന്നെ ഞങ്ങള് തൃപ്തരാണ്, ഞങ്ങൾക്ക് ഇനി പുറത്തുനിന്ന് ആരും വന്ന് ഈ സഭയെ അങ്ങനെ പുഷ്ടിപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഈ വരുന്നവരൊക്കെ ഉം. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്തടുത്തേക്ക് പോകും. ഇതാണ്, അതായത് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഇന്ത്യ നടക്കുന്നത് ഈ ചെറിയ ആളുകൾ, അതായത് 10 കുടുംബമൊക്കെ ഉള്ള ഒരു പാസ്റ്റർ ഉപജീവന മാർഗമാണ് ആ പണി എന്ന് പറയേണ്ടി വരും. ഇല്ല എങ്കിൽ അവർ ഉം. പ്രാർത്ഥനകളുമായി മാത്രം നീങ്ങേണ്ടി വരും. മറ്റ് മതങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനായിട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായി അതിനൊരു തിരിച്ചടി ഉണ്ടാകേണ്ടി വരും, ഇല്ലെങ്കിൽ അതിനെ തടയേണ്ടി വരും. ഇത് പറയുമ്പോൾ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കാരണം സ്വാഭാവികമാണ് അല്ലെ, ഒരു 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 ഉം. സാധാ ഒരു മതത്തിലേക്ക് കടന്നു കയറുക, ആ മതത്തിലെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തുക ചെയ്തു കഴിയുമ്പോൾ ഇന്ന് ഈ രാജ്യത്ത് പഴയതുപോലല്ല. മുമ്പ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ ഇന്ന് ആ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു വലിയ സമൂഹം തയ്യാറല്ല എന്നുള്ളിടത്താണ്. അപ്പൊ സ്വാഭാവികമായി അത് സർക്കാർ. കയ്യേറ്റത്തിലേക്ക് പോകും, ആക്രമണത്തിന് ആ സർക്കാരുകളും തയ്യാറല്ല. ഇപ്പോ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഈ മതപരിവർത്തനം നടത്തി രണ്ടുപേരെ അകത്തിട്ട് കഴിഞ്ഞാൽ കേരളം ഉം. ഉൾപ്പെടതൊക്കെ എന്തുമാത്രം പ്രതിഷേധം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ആ പ്രതിഷേധം ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഇതിനകത്തൊരു ചെറിയ വിഭാഗങ്ങളുണ്ട്. അതായത് ഉം. ഇവാഞ്ചലിക്കലായിട്ടുള്ള സുവിശേഷം നടത്തുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവര് സ്കൂളുകളും മറ്റും നടത്തുകയും ഒപ്പം തന്നെ ആശുപത്രി, ആതുര സേവന രംഗത്ത് ഇറങ്ങുകയും നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപഴകുകയും ചെയ്യുന്ന ഒരു വിഭാഗം ലോകത്തുണ്ട്. പക്ഷെ അവരുടെ എണ്ണം ഉം. നിർഭാഗ്യവശാൽ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയൊരു വിഭാഗവും ഈ ആളുകളുടെ എണ്ണം കൂട്ടുക, ഈ ആളുകളെ കാണിച്ചുകൊണ്ട് മറ്റിടത്തുനിന്ന് ഫണ്ടുകളും കാര്യങ്ങളും മേടിക്കുക, ഒപ്പം തന്നെ പൊളിറ്റിക്കൽ പവറായി മാറുക, ഇതാണ് ചെയ്യുന്നത്. ഒരു ചെറിയ വിഭാഗം ഇതിലൊന്നും ഇല്ലാതെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് വളരെ കുറവാണ് ആളുകളുടെ എണ്ണം എന്നാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, എത്രയോ കോളുകളാണ് ഇടയ്ക്കിടെ നമുക്ക് വരുന്നത്, ഇന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവർ പ്രചരണം നടത്തുന്നത്. ഇവിടെ നമ്മൾ ഉം. കുറച്ചുനാൾ മുമ്പ് കേട്ടു, ഇതേപോലെ ഒരു സഭയുടെ പത്രം വിരിച്ച് അതിൽ കിടന്നാൽ ഗർഭിണിയാകാത്തവർ ഗർഭിണിയാകുമെന്നൊരു വാർത്ത കേട്ടു. അങ്ങനെയുള്ള ഉം. സംഭവങ്ങൾ അത്തരത്തിലുള്ളതാണ് വിശ്വാസം പറയുന്നത്. വയറുവേദന മാറാനായിട്ട് ഒരു വിശ്വാസി ആ പത്രം അരച്ച് ചമ്മന്തിയിൽ ചാലിച്ച് അത് കഴിച്ചു എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ആലോചിച്ച് അതെ നോക്കിയേ. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഉം. അവരാദ്യം പറയുന്നത് ഹിന്ദു മതത്തിൽ ഭയങ്കര അന്ധവിശ്വാസമല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ അതിലും വലിയ അന്ധവിശ്വാസമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇത് കണക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിൽ നമുക്ക് ആർക്കും വിരോധമില്ല. കാരണം അതിന്റെ വിശ്വാസികൾ അതിന്റെ ഭാഗത്ത് തന്നെ പൊയ്ക്കോട്ടെ, അതിനകത്തൊന്നും ആർക്കും വിരോധമില്ല. അങ്ങനെയുള്ള കാരണം അതെ. എല്ലാ മതത്തിലും ഇവിടെ ജീവിക്കാനും വിശ്വസിക്കാനും മതി. പക്ഷെ അവരുടെ വിശ്വാസം വെച്ചുകൊണ്ട് മറ്റു മതങ്ങളിലെ ഈ രോഗത്തെയും മറ്റും ചൂഷണം ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് മുൻപോട്ട് ഉം. പോകരുത്. ഇനി ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് ഉം. വെച്ചാൽ ഹിന്ദു മതത്തിൽ ജാതീയപരമായ വേർതിരിവുണ്ട്, അതുകൊണ്ട് ആണ് കൂടുതൽ പേര് ഞങ്ങളോടൊപ്പം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകൾ ഉണ്ടാക്കിയ സഭകളെ ആരെങ്കിലും റോമൻ കത്തോലിക്കക്കാർ അടുപ്പിക്കാറുണ്ടോ? അവരുടെ പള്ളിയിൽ കയറ്റാറുണ്ടോ? അവരുടെ ശ്മശാനത്തിൽ എന്റെ ഇവരെ പൊന്നു ചേട്ടാ, ഇത് പറഞ്ഞപ്പോഴാണ് ഹിന്ദു മതത്തിലുള്ള ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ നമ്മൾ പറയുന്നത്. ഞാൻ എപ്പോഴും വളരെ ജെന്യൂൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, വളരെ ജെന്യൂൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾക്കിടയിൽ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ ഈഴവർ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, നായർ ട്രസ്റ്റ് നടത്തുന്ന ക്ഷേത്രമുണ്ട്, പല ക്ഷേത്രങ്ങളും ഉണ്ട്. നമ്മൾ എല്ലാ അമ്പലത്തിലും പോയി തൊഴും, എല്ലാ അമ്പലത്തിലും കയറും, എല്ലാ അമ്പലത്തിലും എല്ലാ ആചാരങ്ങളും കഴിപ്പിക്കും. നമുക്കങ്ങനെ അമ്പലം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഉള്ളതാണ്. വേണമെങ്കിൽ അവിടെ അഹിന്ദുക്കളും ഒന്ന് തൊഴുതോട്ടെ എന്നുള്ള ഒരു നിലപാടാണ് നമുക്ക് പല ആൾക്കാർക്ക്. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ മാത്രം അഹിന്ദുക്കൾക്ക് ചില താല്പര്യങ്ങളുമുണ്ട്, പ്രവേശനം ഇല്ല. പക്ഷെ ഈ ക്രിസ്ത്യാനികളിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഹിന്ദുക്കളുടെ ആ പഴയ ആ ജീർണിച്ച ആ ജാതീയത പുലർത്തുന്ന, ഇന്ന് വളരെ പ്രകടമായിട്ട് പുലർത്തുന്ന, അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇതിനെതിരെ ഒരു വിരൽ അനക്കാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടികളോ സാംസ്കാരിക നായകരോ തയ്യാറല്ല. അതായത് ഒരു കത്തോലിക്കക്കാരൻ ഒരു ലത്തീൻകാരന്റെ പള്ളിയിൽ കയറില്ല, ലത്തീൻകാരൻ CSA-കാരന്റെ പള്ളിയിൽ കയറില്ല, അങ്ങോട്ട് കയറില്ല, ഇങ്ങോട്ട് എന്തിനു പറയുന്നു. ഞാൻ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു റോമൻ കാത്തലിക് ആയിട്ടുള്ള ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ പെന്തക്കോസ്റ്റ് സഭയിൽ നിന്ന് ഒരു ആലോചന വന്നാൽ സ്വീകരിക്കുമോ? ഉടനെ പുള്ളി എന്നോട് ഒരു പൊളിച്ച തെറി വിളിച്ചു, ഒരു പൊളിച്ച തെറി വിളിച്ചു. എന്നിട്ട് പുള്ളി അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ കാലത്ത് നമ്മൾ ഈ ഹിന്ദുവായി നിൽക്കുന്ന ഒരാൾ പറയുകയാണ്, ഞാൻ അപ്പുറത്തെ എന്റെ ജാതിയിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ എന്റെ ജാതിയിൽ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഇന്ന് ഒരു 5 ദിവസം ചാനൽ ചർച്ചകൾക്ക് ഇത് ഇത് ചെയ്യാനുള്ള വക കിട്ടും, എന്തോ ചർച്ച ചെയ്യാനുള്ള വക കിട്ടും.
ഇവർ ഇവർ ഇപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് വളരെ പ്രകടമായിട്ട് ഇങ്ങനെ ഈ ഇത് ജാതീയത അല്ലാതെ പിന്നെ എന്താണ് ഈ നായർ, നമ്പൂതിരി, മറ്റത് മറിച്ചതെന്ന് പേരില്ലെന്നേ ഉള്ളൂ. അതിന് പകരം ഫ്രീക്ക് പേര് റോമൻ, കാത്തലിക്, ലത്തീൻ, പെന്തക്കോസ്റ്റ്, CSA, അങ്ങനെ അങ്ങനെ ഫ്രീക്ക് പേര്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഒരു വിഷയം ചാനൽ ചർച്ചകളിൽ ഒരിക്കൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഇരുന്നപ്പോ പുള്ളി ഉന്നയിച്ചായിരുന്നു. അവിടെ ഇരിക്കുന്ന ആ പള്ളിയിൽ അച്ഛൻ അങ്ങ് തകർന്നു പോയി ഇത് കേട്ടപ്പോ. തകർന്ന് തരിപ്പണമായി പോയി. അത് എണീച്ച് ഓടിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം, എന്തുകൊണ്ട് ഇതിനൊരു മാറ്റം വരുന്നില്ല എന്നുള്ളത്. ഇത് ധനുഷ് ജാതീയത ഇതിനകത്ത് അല്ലാതെ പിന്നെ എന്താണ്? അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇവര് എങ്ങനെയൊക്കെയാണ് ഈ ഹിന്ദു മതത്തിൽ നിന്നുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഉം, ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഈ കമന്റുകളുമായി എത്തുന്നവർ ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവരാദ്യം പറയും, ഹിന്ദു മതത്തിലെ വലിയ ജാതി വിവേചനം കൊണ്ടല്ലേ ഇവര് ഈ ഈ സുവിശേഷകരുടെ ക്രിസ്ത്യാനികളായത്. പ്രസ്ഥാനത്തിലേക്ക്, ഞാൻ അതിന് ക്രിസ്ത്യൻ ഞാൻ പറയുന്നില്ല, സുവിശേഷകരുടെ ആ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു ചോദിക്കും. അതുകൊണ്ട് എനിക്ക് സുവിശേഷകരോടും ഇവാഞ്ചലിസ്റ്റുകളോടും ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാസ്റ്റർ, കേരളത്തിലെ എണ്ണം പറഞ്ഞ ഏതെങ്കിലും സഭയുടെ ഒരു പള്ളിയിലെ ഒരു വികാരി ഇല്ലെങ്കിൽ ഒരു കപ്പ്യാരെങ്കിലും ആയിക്കഴിഞ്ഞ് ഈ പറയുന്നത് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ നേരെ മറിച്ച് ഹിന്ദു മതത്തിലേക്ക് നോക്കൂ. അമ്പലങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ ഈഴവ ശാന്തിമാരുണ്ട്, പുലയ വിഭാഗത്തിൽ ശാന്തിമാരുണ്ട്, ദേവസ്വം ബോർഡില് സവർണനും അവർണനും വ്യത്യാസമില്ലാതെ നായർ വിഭാഗത്തിൽ നിന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവരുടെ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയിൽ നിന്ന്, നിങ്ങൾ ഈ ജാതി പറഞ്ഞിട്ടാണല്ലോ ഇതിൽ ഹിന്ദുക്കൾ ചേരുന്നു എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരാളെ ഇതിൽ ഏതെങ്കിലും ഒരു സഭയുടെ മണിയടിക്കാരനായിട്ടെങ്കിലും നിങ്ങൾ അതിലൊന്ന് ആക്കിത്തരൂ, എങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഇനി അത് പോകട്ടെ, നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാനായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ അവിടെ ശവം അടക്കാനായിട്ടോ എങ്കിലും ഒരു പെർമിഷൻ നിങ്ങൾ വാങ്ങിത്തരൂ. ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു പെണ്ണ് കെട്ടി കാണിക്കും. അപ്പൊ നമുക്ക് പറയേണ്ടി വരും, ഇങ്ങനെയൊക്കെ അല്ല, ഇത് ജാതിയെല്ലാം മൂലമാണ് ഹിന്ദുക്കളെ ഇങ്ങോട്ട് അല്ല, മാറിപ്പോ, ഈ ഇതൊന്നും കാര്യം സംഭവിക്കുന്നില്ല. അവർക്ക് ഈ കാര്യം അവർക്ക് മനസ്സിലായി വരാൻ തന്നെ ഒരു 1000 കൊല്ലം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിപ്പോ ഒരു സഭയിൽ നിന്ന് വേറൊരു സഭ എന്ന് പറഞ്ഞാൽ രണ്ട് സഭ, ഓർത്തഡോക്സ്, ലത്തീന്, കാത്തലിക്, ഇതിൽ നിന്നും ഒക്കെ മാറി ഇപ്പൊ ഓർത്തഡോക്സ് തന്നെ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ആ പള്ളി എന്റേതാണ്, ഈ പള്ളി എന്റേതാണ് എന്ന് പറഞ്ഞ വിശ്വാസികൾ അതിനകത്തുള്ളവർ തന്നെ ജാതി സൃഷ്ടി ചാടി കൂടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അല്ല, അത് പിന്നെ അവരുടെ ഈ ആചാരങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത്. അതെ കുറെ അതെ അതെ. പിന്നെ പണം കൊടുക്കുക എന്ന് പറഞ്ഞു. പണം കൊടുത്തിട്ട് ഒരാളെ എങ്ങനെയാണ് മതം മാറ്റാൻ കഴിയുന്നത്? പണം തീരുമ്പോ അവൻ തിരിച്ചു മതം മാറി പോകില്ലേ? പണം കൊടുത്തിട്ട് ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടോ പണം കൊടുത്തിട്ട് മാറ്റണമെന്ന്? ഇന്നും പറഞ്ഞില്ല, ഒരു ദൈവം പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്ത് ഹിന്ദു സംഘടനകൾ തീരുമാനിക്കുകയാണ് എല്ലാരെ ഹിന്ദുക്കളാക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനിയും ബുദ്ധനും മുസ്ലിമും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പണ്ടേക്ക് ബലം അതെ പ്രയോഗിച്ചോ പണം കൊടുത്തോ അവർക്ക് ഹിന്ദു മതത്തിലേക്ക് മാറ്റാമായിരുന്നു. പക്ഷെ അങ്ങനെ മാറുന്നതിലല്ല കാര്യം. ഇപ്പൊ സ്വയം നമ്മൾ മാറുകയാണ്. ഇപ്പോൾ ഖുറാൻ പഠിച്ചിട്ടോ ബൈബിൾ പഠിച്ചിട്ടോ ഇല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ നമ്മുടെ ചിന്തകൾ മാറിയിട്ടോ നമുക്ക് മതം മാറുന്ന ഒരു തെറ്റും നമുക്കില്ല. പക്ഷെ ഇത് അതല്ല ചെയ്യുന്നത്. ഉം, നേരത്തെ ധനുഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്ക് ഒരു ഗുരുതരമായ രോഗം ബാധിച്ചൊരുത്തന്റെ ആ ഒരു അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവരെ പിടിച്ച് മതം മാറ്റുന്നത്. എന്നിട്ട് മതം ഉം, മാറിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. ഇവർക്ക് ഇവരുടെ എണ്ണം തികയ്ക്കണം, ഇത്ര പേര് മതം മാറി എന്ന് പറയണം. കേരളത്തിലെ ഒരു വലിയ ഇതുപോലുള്ള സൊസൈറ്റി ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് വേറൊരു ഹിന്ദു മതത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ 50,000 രൂപ കൊടുക്കും. അതായത് ഈ മതം മാറ്റുന്ന 25,000 രൂപ മതം മാറി ആ വേദിയിൽ എത്തുന്നത്. കാരണം ഈ അദ്ദേഹം ഈ പറയുന്ന ഈ പാസ്റ്റർ വന്ന് ഇരിക്കുമ്പോൾ കുറെ പേര് ക്യൂ ആയിട്ട് വരും. ഉം, ഇവരൊക്കെ ഉം. ഇന്നലെ ദൈവത്തിന്റെ വിളി കേട്ട് മതം മാറിയവരാണെന്ന് പറയും. ആ മതം അങ്ങനെ വരുന്നവര്, അപ്പൊ ഇവരെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് 25,000 രൂപയാണ് നമുക്ക് അറിഞ്ഞത്. നമ്മൾ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 25,000 രൂപ അയാൾക്ക് കിട്ടും. ഈ വരുന്ന മതം മാറി എന്ന് പറയുന്ന 25,000 രൂപ കിട്ടും. ഇങ്ങനെയാണ് മാറ്റം. ഉം. അതായത് ദൈവം പാൽപ്പൊടി കൂടെ മതം മാറ്റാൻ പറഞ്ഞിട്ടില്ല. ദൈവങ്ങൾ എല്ലാ ദൈവങ്ങളും, അത് ഏത് മതത്തിന്റെ ആയാലും തങ്ങളുടെ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ ആ എന്താ ദൈവികപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്താനാണ് ഓക്കെ. പറഞ്ഞത്. അല്ലാതെ മതം മാറ്റി എണ്ണം പറഞ്ഞിട്ട് നാളെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യുന്നവരെ വളർത്തിയെടുക്കാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരല്ലല്ലോ ഒരു ദൈവങ്ങളും. അതെ. എന്തായാലും ദൈവരാജ്യം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ നല്ലൊരു ആഗ്രഹം തന്നെയാണ്. കാരണം ഈ ദൈവരാജ്യം എവിടെയാണ് വരേണ്ടത്? അത് ഒരു സംസ്ഥാനത്തോ ഒരു രാജ്യത്തോ അല്ല, സ്വന്തം മനസ്സിലാണ് ഈ ദൈവരാജ്യം വരേണ്ടത് എന്നുള്ളതാണ് എല്ലാ ബൈബിൾ അടക്കം പറയുന്ന കാര്യം. അത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നൈർമല്യത്തോടുകൂടി നന്മയോടുകൂടി വെച്ചിരിക്കുക, ദൈവത്തിന്റെ രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി കിട്ടും, ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടും എന്നുള്ളതാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതുപോലെ ഒരു സംസ്ഥാനത്ത് കയറി ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ പിടിച്ച് മതം മാറ്റാൻ നിന്ന യോഗി ആദിത്യനാഥിനെ പോലുള്ള നല്ല ഉശിരുള്ള മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ കൂമ്പിലിടിയിൽ നിന്ന് അകത്തിടും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതിന്റെ ഏറ്റവും വലിയൊരു ക്ലാസിക് ഉദാഹരണമാണ് ഈ കൗശംബിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത.
താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്.